ഹായ്, അപ്പോൾ നമ്മുടെ ടെക്കി ട്രാവലറിൻ്റെ വാൽപ്പാറ റൈഡിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടുന്ന് ഹോട്ടലിൽ നല്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങിയിട്ട് വാൽപ്പാറ ടൗണിലൊക്കെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ റൂമിലെത്തി ചെക്കൗട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മുടെ സെക്കൻഡ് പാർട്ട് നമ്മളെ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ലഗേജ് എല്ലാം ലോഡ് ചെയ്ത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് മലക്കപ്പാറന്ന് വാൽപ്പാറയ്ക്ക് വരുന്ന ഒരു റൂട്ട്, ആ റൂട്ടിൽ കുറച്ച് വ്യൂസ് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു 4-5 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് അതുകൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യും. പിന്നെ ഈ ഹോട്ടലിൻ്റെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ നല്ല വാൽപ്പാറയുടെ തേയിലത്തോട്ടമൊക്കെ ആയിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം. ദേ വണ്ടി ഇവിടെ സെറ്റായിരിക്കുന്നു. പക്ഷേ പോവാം എന്നാ വാ. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയ ഫാസിൽ വണ്ടി എടുത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് ബാക്കിലേക്ക് പോയിട്ട് ആ ഒരു വ്യൂടെ കാണിച്ചിട്ട് നമ്മളിന്ന് പോകുന്ന റൂട്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറയണ്ടായിരുന്നു. നമ്മൾ വാൽപ്പാറ വന്നിട്ട് നമ്മൾ അതിരപ്പള്ളി വഴി വന്നാൽ നമ്മൾ തിരിച്ചിറങ്ങേണ്ടത് ശരിക്ക് പൊള്ളാച്ചി വഴിക്കാണ്. അപ്പം ഇവിടെ അലിയാർ ഡാം, പൊള്ളാച്ചി ആ റൂട്ടിലാണ്. പിന്നെ നമ്മൾ പാലക്കാട് വഴി നമുക്ക് നാട്ടിലേക്ക് പോകാം. അപ്പോൾ ആ ഒരു റൂട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആ റൂട്ടാണ്. നമ്മളൊരു 5-6 കിലോമീറ്റർ തിരിച്ച് ബാക്കിലേക്ക് പോകുന്നത്. ഇന്നലെ നമുക്ക് എടുക്കാൻ പറ്റാത്ത വ്യൂ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റും. അതിനുവേണ്ടി വന്നാണ് നമ്മൾ പറഞ്ഞ പോലെ. സോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസും അതുപോലെ ക്യാപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. സൂപ്പം ശരിക്കും നല്ല ഭംഗിയായിട്ട് ഇതിൽ പോകാൻ. കാരണം മേലെ നീലാകാശവും മേഘങ്ങളും താഴെ പച്ച കളറിൽ ഈ തേയിലത്തോട്ടങ്ങളും പർവ്വതങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും ഈ ഒരു സീൻ ഇന്നലെ രാത്രി പകൽ കാണേണ്ടത് തന്നെയാണ്. രാത്രി നമുക്ക് ഈ ഒരു വ്യൂ കിട്ടില്ലല്ലോ. നല്ല രസമാണ് ശരിക്കും. അതിൻ്റെ നടുക്കൂടി റോഡും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. പിന്നെ ഇന്നലെ രാത്രി ഈ ഒരു വ്യൂ കണ്ടപ്പോഴാണ് ഈ ഒരു വ്യൂവില്ലേ ഇത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വരണം, അത് എന്തോ നല്ല ഭംഗിയായിരിക്കും പകൽ കാണാനെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് പോരലുണ്ടായത്. അങ്ങനെ ഒരു ആലോചന തന്നെ ഉണ്ടായത്. എനിക്കിന്ന് പകൽ വന്നത് നന്നായെന്ന് തോന്നുക. കാരണം ആ ഒരു വ്യൂ നമുക്ക് മിസ്സാവാതെ കിട്ടിയതുകൊണ്ട്. മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയ്ക്ക് പോരുമ്പോൾ 2.5 കിലോമീറ്റർ മുന്നേ, വാൽപ്പാറയ്ക്ക് 2.5 കിലോമീറ്റർ മുന്നേ ഒരു അടിപൊളി സ്ഥലമുണ്ട്. നമ്മൾ ഇന്നലെ ഈ റൂട്ടിൽ വന്നത് ഇരുട്ടത്താണ്, അതുകൊണ്ട് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് നല്ല വ്യൂ ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇത് റണ്ണിങ്ങിലെടുത്താൽ പോരാ, നിർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കൂ. കിട്ടില്ല വ്യൂ വെച്ചാൽ 360 ഡിഗ്രിയിൽ ഫുള്ള് എല്ലാ സ്ഥലത്തും വ്യൂ ആണ്. ഇപ്പുറത്തും ഈ ഭാഗം നമ്മളെ വെസ്റ്റേൺ ഗട്ട്സും അതിൻ്റെ മേലെ ക്ലൗഡ്സും പിന്നെ അതിൻ്റെ താഴെ തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ല. ഈ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു ബ്ലൂ സ്കൈയും അതിൻ്റെ അകത്ത് ക്ലൗഡ്സും ഒക്കെ ആയിട്ട് ഒന്ന് കണ്ടോക്കേ. നല്ല സ്ഥലമാണ്. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ടെന്ന് വെച്ചാൽ വെയിൽ ചെറുതായിട്ടുണ്ട്, തണുപ്പുള്ള കാറ്റാണ്. കാറ്റിന് നല്ല തണുപ്പാണ്. അതെ കണ്ടോ, അടിപൊളി വ്യൂ ആണ്. സോ രാത്രിയൊക്കെ ഈ ഭാഗത്തേക്ക് രാത്രിയൊക്കെ വരുന്നവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ച് പിറ്റേന്ന് വാൽപ്പാറ സ്റ്റേ ഉള്ളവർ പിറ്റേന്ന് പോവുകയാണ്. ഈ വ്യൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ഒരു 2.5 കിലോമീറ്റർ വന്നാൽ കാണാൻ പറ്റും. അപ്പം ഇത് മിസ്സാക്കാൻ പാടില്ല. എന്താ മനസ്സിലായി? എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? പുളിയല്ലേ? 360 ഡിഗ്രി വ്യൂ അല്ലേ? 360 ഡിഗ്രി വ്യൂ. പോവാം. അപ്പോൾ നമ്മൾ തിരിച്ച് വാൽപ്പാറന്നെത്തി. ഇനി നമ്മൾ പറഞ്ഞ പോലെ പൊള്ളാച്ചി റൂട്ടിലേക്ക് നമ്മൾ ഇറങ്ങണം. ഇവിടുന്ന് ലെഫ്റ്റാണ് പൊള്ളാച്ചി റൂട്ട്. റൈറ്റിലേക്ക് പോയാൽ നമുക്ക് 1-2 വ്യൂസൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല. ഇവിടെ നല്ലമുടി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഇവിടുന്ന് ആ കാണുന്ന ഓപ്പോസിറ്റുള്ള റോഡിലേക്ക് ഒരു 10 കിലോമീറ്ററോളം പോകാനുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് പോയതിന് മാത്രം ഉണ്ടാവില്ല. ഞങ്ങൾ മുന്നേ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. 10 കിലോമീറ്റർ പോയിട്ട് പിന്നെ അവിടുന്ന് ഒരു 10-20 മിനിറ്റ് നടന്നിട്ട് വേണം ആ വ്യൂ പോയിൻ്റ് കാണാൻ. കുഴപ്പമില്ല, അതിന് മാത്രം നമ്മൾ അത്ര എഫേർട്ട് ഇടുന്നതിന് മാത്രമൊന്നുമില്ല എന്ന് ആണ് എൻ്റെ അഭിപ്രായം. പിന്നെ
ഇവിടെയുള്ളത് ഒരു ലോവർ നീറാർ ഡാം എന്ന് പറഞ്ഞിട്ടൊരു ഡാമുണ്ട്. കുറച്ചുകൂടി താഴെ ഒരു 8-9 കിലോമീറ്ററോളം ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം വാൽപ്പാറ വരുമ്പോൾ എപ്പോഴും റൈഡാണല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് പൊള്ളാച്ചി റൂട്ടിൽ നമ്മളെ ഹെയർ പിൻ മെൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ. അപ്പം ആ ഒരു റൂട്ടിലേക്ക് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ വാൽപ്പാറ ടൗണാണ്. നമുക്ക് ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് പോയാൽ പൊള്ളാച്ചിയാണ്. നമ്മളിപ്പോൾ വാൽപ്പാറത്ത് പൊള്ളാച്ചി റൂട്ടിലേക്ക് കയറി. ഏകദേശം 65 കിലോമീറ്ററോളം ഉണ്ട് വാൽപ്പാറന്ന് പൊള്ളാച്ചിയിലേക്ക്. സമയം നോക്കുകയാണെങ്കിൽ ഒരു 1 മണിക്കൂർ 45 മിനിറ്റെങ്കിലും എടുക്കും. നമ്മൾ പറഞ്ഞ പോലെ ഈ റൂട്ടിലാണ് നമുക്ക് ആ ഹെയർ പിൻ ഫെൻസ് ഒക്കെ ഉള്ളത്. അപ്പം നമ്മൾ സാധാ റൂട്ടിലൂടെ പോകുന്ന പോലെ അത്ര സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഏകദേശം ഇത്ര സമയം എടുക്കുമെന്ന് പറയുന്നത്. വാൽപ്പാറന്ന് പൊള്ളാച്ചിയിലേക്കുള്ള റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് കൂടി തുടങ്ങിയിട്ടോ. ഏകദേശം ഒരു 10-11 മണി ആ റേഞ്ച് ആ സമയമാണ്. പിന്നെ നമുക്ക് സൈഡിലൊക്കെ തേയിലത്തോട്ടങ്ങളും അതുപോലെ തേയിലയുടെ ടീ ഫാക്ടറികളൊക്കെ കാണാം. നമുക്ക് അവിടെ നിന്നൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് ചായപ്പൊടിയൊക്കെ വരുന്നത്. പിന്നെ ചർച്ചുകളും ഒക്കെ കാണാം. പിന്നെ ഈ തേയിലത്തോട്ടങ്ങളും എല്ലാം ഇവിടെയൊക്കെ കംപ്ലീറ്റ് കോട നിറഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് നല്ല തണുപ്പുള്ള കാറ്റും ഉണ്ടായിരുന്നു. വണ്ടികളൊന്നും ശരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊന്നും വണ്ടികൾ വരുന്നൊന്നും ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 5 മീറ്റർ അപ്പുറത്തേക്കൊന്നും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പം തീരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്തെത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. നല്ല കോട കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുള്ള കാറ്റുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങി തുടങ്ങിയതിന് ശേഷം പിന്നെ റോഡിലുള്ള കോടയൊക്കെ കുറഞ്ഞു. അത്യാവശ്യം തണുപ്പും കുറഞ്ഞു തുടങ്ങി. പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ 40 ഹെയർ പിൻ ബെൻഡുകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇറങ്ങി തുടങ്ങി. 1, 2, 3 അങ്ങനെ ഇറങ്ങി തുടങ്ങി. നമുക്കിവിടെ ഒരു ടൈഗർ റിസർവ് കാണാം, അട്ടപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മൾ കയറിയിട്ടില്ല. ഇത് നമ്മൾ കയറുമ്പം 13ാമത്തെ വളവാണ്. അലിയാർ ഡാമാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ ഇറങ്ങാനുള്ള ബാക്കി ബെൻഡാണ്, ബാക്കി വളവുകളാണ് കാണുന്നത്. ഈ വഴിക്ക് നമ്മൾ വാൽപ്പാറന്ന് ഇറങ്ങി വന്നിട്ട് ഇതിലെ പൊള്ളാച്ചിയിലേക്ക് ഇറങ്ങി പോവുക ചെയ്യുന്നത്. നമുക്ക് ഈ ബാക്കി ഇറങ്ങാനുള്ള വളവുകൾ ഫുള്ള് റോഡ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അലിയാർ ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ ഇവിടെ ഉണ്ട്. ഈ റൂട്ടിൽ വരുന്നവർ ഇവിടെ നിർത്താതെ പോവില്ല. ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് പോകുന്നവരൊഴികെ ടൂറിസ്റ്റുകളായിട്ട് ഈ വഴിക്ക് വരുന്നവരാരും ഈ ഒരു സ്ഥലത്ത് നിർത്താതെ പോകാൻ ഒരു ചാൻസും ഇല്ല. നമ്മളിനി പോകാൻ പോകുന്നത് ഈ അലിയാർ ഡാമിൻ്റെ തീരത്ത് കൂടെ നമുക്ക് പോകാൻ പറ്റും. ഈ ബെൻഡെല്ലാം ഇറങ്ങിയിട്ട് പൊള്ളാച്ചി റോഡ് അങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ താഴെ അടുത്ത ബെൻഡിൽ 2-3 ബെൻഡ് ഇറങ്ങിയാൽ അലിയാർ ഡാമിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടെയും നമുക്ക് നിർത്താം. ഫോട്ടോഷൂട്ട് കഴിഞ്ഞടാ പോലെ. ആ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനത്. നല്ല ഭംഗിയുണ്ട് ഈ മലൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ. പിന്നെ നമ്മൾ ചുരം ഇറങ്ങി വരുമ്പോൾ ഇവിടെ ചെറിയൊരു കാഴ്ചയുണ്ട്. എന്ന് വെച്ചാൽ വെള്ളം ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് അലിയാർ ഡാമിലേക്ക് ഒഴുകി പോകുന്നൊരു കാഴ്ചയാണ്. പിന്നെ വെള്ളം ഈ ഭാഗത്തുനിന്ന് ഒഴുകിയിട്ട് ശരിക്ക് പിന്നെ അപ്പുറം അലിയാർ ഡാമിലേക്ക് പോയി ചേരുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ പൊള്ളാച്ചി എത്തുന്നതിൻ്റെ മുന്നേ ഇവിടെ ഒരു മങ്കി ഫാൾസ് ഉണ്ട്, വാട്ടർഫാൾസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ വരുമ്പം ഇതിൻ്റെ മുന്നേ 1-2 തവണ വന്നപ്പോൾ ഇവിടെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനോ അതുപോലെ ബൈക്ക് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. ടിക്കറ്റ് ഉണ്ട്. പിന്നെ ടിക്കറ്റ് ഇവിടെ വൻ അറവാണ്. കാരണം 50 രൂപ ഒരാൾക്ക് എൻട്രി ഫീ ആണ്. പ്ലസ് ബൈക്കിന് 30, കാറിന് 50 എക്സ്ട്രാ പാർക്കിംഗ് ഫീ കൂടെ കൊടുക്കണം. അപ്പോൾ കയറുന്നത് വല്ല വെർത്താണോ ഇല്ല എന്നുള്ളത് നമുക്ക് കയറിയാൽ അറിയാം. ശരി, പോയി നോക്കാം. അത് നമുക്ക് ആ ഭാഗത്ത് വണ്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് ഇതുവഴി കയറാം. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ വാട്ടർഫാൾസിന് മങ്കി ഫാൾസ് എന്ന് വരാനുള്ള കാരണം തിരക്കിയിട്ടായിരുന്നു. പക്ഷേ ഓഫീസർമാർക്കൊന്നും അത് ശരിക്കും അറിയില്ല. മുമ്പ് ഈ ശില്പങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ഉണ്ടാക്കി വെച്ചതാണ്. ശരിക്കും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട്
വാനരന്മാരുണ്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. അതുപോലെ അത് മനുഷ്യന്മാരോട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയൊന്നുമല്ല. ഇപ്പം ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചേട്ടൻ സിമെൻറ്റ് കൊണ്ട് ആനയുടെ രൂപം ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് ഒരു കലയാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതൊരു കഴിവ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അടിച്ച് തേക്കാനേ നമുക്കറിയത്തുള്ളൂ. ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശരിക്കും നല്ല കഴിവ് തന്നെയാണ്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റിയ ആഴത്തിലുള്ള വെള്ളം ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ ആൾക്കാരൊക്കെ വെള്ളം വീഴുന്ന സ്ഥലത്ത് പോയി കുളിക്കുന്നുണ്ട്. എല്ലാ പ്രായക്കാരും ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. പിള്ളേരായാലും കുട്ടികളായാലും സ്ത്രീകളായാലും അത്ര വലിയ ഡേഞ്ചറൊന്നും അല്ലാത്തൊരു സ്ഥലം. നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം അവിടെ അതിന് മാത്രം സംഭവങ്ങളൊന്നുമില്ല. കുളിക്കാം, പിള്ളേരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതെ, പിന്നെ 130 രൂപയ്ക്ക് 130 രൂപയൊക്കെ കൊടുത്തിട്ട് ഇവിടെ കയറാനുള്ള വകുപ്പൊന്നും ഇല്ല കേട്ടോ. അത് ജസ്റ്റ് പറയാം. സോ നമ്മളിറങ്ങി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തിട്ട് മെല്ലെ എസ്കേപ്പ്. മങ്കി ഫാൾസിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ അലിയാർ ഡാം നമ്മൾ മുകളിൽ നിന്ന് 13ാമത്തെ ബെൻഡിൽ നിന്ന് നമ്മൾ നല്ലൊരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ഡാമിൻ്റെ തീരത്തൂടെ നമ്മൾ പോകുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഡാമാണ് ഈ കാണുന്നത്. അതങ്ങോട്ട് നീണ്ടു പരന്ന് കിടക്കുന്നുണ്ട് ഈ പാറ മലകളുടെ ഇടയിലൂടെ. മുകളിൽ നമ്മൾ നല്ല വ്യൂ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കൊരു ഗവൺമെൻറ് പാർക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര് ഇവിടെ സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വലിയൊരു പാർക്കാണ്. പിന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര സ്ട്രെയിറ്റ് റോഡുകളായിരിക്കും. നമുക്കറിയാം തമിഴ്നാട്ടിൽ നമ്മളെ പോലെ ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനമല്ലല്ലോ. നല്ല സുഖമാണ് ഇവിടുത്തെ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ. കാരണം സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് പ്രത്യേകിച്ച് റോഡൊക്കെ അധികവും കാലിയായിരിക്കും. അപ്പോൾ നമ്മൾ വാൽപ്പാറന്ന് ഇറങ്ങി ചുരമൊക്കെ കഴിഞ്ഞ് പൊള്ളാച്ചി റൂട്ടിലാണുള്ളത്. പൊള്ളാച്ചി എത്തുന്നതിൻ്റെ മുന്നേ ആനമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടൈമുണ്ടെങ്കിൽ നെല്ലിയാമ്പതി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 2:45. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് 4:30 എന്തായാലും ആവും. അപ്പം 3 മണിക്ക് ശേഷം അവിടെ കയറ്റി വിടുന്നില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ആ ഒരു പ്ലാൻ വേറെ ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് വിടാം. വേറെ പ്രത്യേകിച്ച് സ്ഥലത്തൊന്നും പോകുന്നില്ല. സോ പൊള്ളാച്ചി, പാലക്കാട്, പിന്നെ നേരെ മലപ്പുറം നാട്ടിലേക്ക് വിടും. ഇനിയിപ്പം അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ എൻഡപ്പ് ചെയ്യാണ്. നെല്ലിയാമ്പതി നമുക്ക് വേറെ ദിവസം പോകാം. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.